വയനാട് ദുരന്തത്തിൽ നായ ജീവനുള്ളവരെയും ഇല്ലാത്തവരെയും രക്ഷിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇസ്ലാമിൽ മുഹമ്മദ് പഠിപ്പിച്ചത് നിങ്ങൾ നായ തൊട്ടാൽ നായ തൊടാത്ത മണ്ണിൽ 7 തവണ കഴുകണമെന്ന് പറഞ്ഞു. ഈ കറുത്ത നായനെ കണ്ടാൽ കൊല്ലാൻ പറഞ്ഞു. ഇസ്ലാമിൽ അങ്ങനെ ഹറാമാവാൻ മുഹമ്മദിന് നായനെ ഹറാമാക്കാൻ കാരണം എന്താണ്? മഹാനായ ശൈഖ് റിഫായി ഖദ്ദസുല്ലാഹു സിറഉൽ അസീസ് തങ്ങൾ ഉമ്മു അബീദ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ കഠിനമായ കുഷ്ഠരോഗം ബാധിച്ച ഒരു നായ, അസഹ്യമായ ദുർഗന്ധം കാരണം ആളുകൾ ആരും ആ നായയെ അടുപ്പിക്കുന്നില്ല. ആ നായയുമായിട്ട് ശൈഖ് റിഫായി ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് പോവുകയും ഭക്ഷണവും വെള്ളവും കൊടുത്ത് അതിനൊരു ടെന്റ് കെട്ടിക്കൊടുത്തു. 40 ദിവസത്തോളം അതിനെ പരിചരിച്ചു. എന്നിട്ട് സുഖം പ്രാപിച്ച നായയുമായി ആ നാട്ടിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ആ നാട്ടുകാർക്ക് വലിയ അത്ഭുതമായി. എല്ലാവരും ആട്ടി ഓടിക്കുന്ന ഈ നായ എന്തിനാണ് ഇത്രത്തോളം കൂടുതൽ പരിചരണം കൊടുത്ത് ട്രീറ്റ് ചെയ്തത് എന്നാണ്. അദ്ദേഹം അവരോട് പറഞ്ഞു, മഹ്ശറയിൽ ചെല്ലുമ്പോൾ നിങ്ങളെപ്പോലത്തെ ഒരു ജീവിവർഗമല്ലേ ഇത്, ഇതിനെ പരീക്ഷിച്ചത് കൊണ്ട് നിങ്ങൾക്കും പരീക്ഷണം വരുമെന്ന് ആ ഒരു ചെറിയ പേടിയെങ്കിലും നിങ്ങൾക്കുണ്ടായില്ലേ എന്ന് അല്ലാഹു എന്നോട് ചോദിച്ചാൽ എന്തു മറുപടി പറയും എന്ന പേടി കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നും സർവ്വ ജീവജാലങ്ങളോടും സന്തോഷവും കാരുണ്യവും കാണിക്കണമെന്ന് പഠിപ്പിച്ച മതമല്ലേ നമ്മുടെ മതം എന്നൊക്കെ ശൈഖ് റിഫായി അവരോട് ചോദിക്കുന്നുണ്ട്. മുത്തുനബിയുടെ ഹദീസിലുണ്ടല്ലോ, ഒരു മനുഷ്യനും ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വളരെ ദാഹം വരികയും ഒരു കിണർ കാണുകയും ആ കിണറിൽ അദ്ദേഹം ഇറങ്ങി വെള്ളം കുടിച്ച് ദാഹമകറ്റി പുറത്തേക്ക് വന്നപ്പോൾ ഒരു തെരുവ് നായ ദാഹിച്ചു വലഞ്ഞ് അവശത കാണിക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹം ആലോചിച്ചു പോയി, എന്നെ പോലെ ദാഹമുള്ളൊരു ജീവിയാണല്ലോ ഇത്. അദ്ദേഹം വീണ്ടും ആ കിണറിലിറങ്ങി താൻ ധരിച്ചിരുന്ന ഷൂ ഊരി അല്ലെങ്കിൽ ഹുഫയൂരി അതിൽ വെള്ളം നിറച്ച് ആ നായക്ക് കൊടുത്തു. ഈ സംഭവം പറഞ്ഞിട്ട് മുത്തുനബി പറഞ്ഞു, ആ ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു ആ മനുഷ്യന് സ്വർഗം നൽകിയെന്ന്. അപ്പോൾ നായയെ പരിചരിച്ചതിൻ്റെ പേരിൽ രക്ഷപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നോക്കിയാൽ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. നായ എന്ന് പറഞ്ഞാൽ ആട്ടിയോടിക്കുക, എറിഞ്ഞോടിക്കുക, കൊല്ലുക, ഇതിനൊക്കെയാണ് എന്നാണ് ചില ആളുകൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. ഇസ്ലാം മറ്റു ജീവികളെ പോലെ തന്നെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതേസമയം 2 വിഷയത്തിൽ, നായനെ വളർത്തുന്ന കാര്യത്തിലും നായയെ തൊടുന്ന വിഷയത്തിലും ഇസ്ലാമിന് ചില കാഴ്ചപ്പാടുകളുണ്ട്. നമ്മളൊക്കെ മലയാളികളായതുകൊണ്ട് ഷാഫി മദ്ഹബിലെ വിഷയം മാത്രം ഞാൻ പറയാം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, വലൗ മസ്സ കൽബൻ റത്തുബൻ ഔ യദുഹു റത്തുബ, നനഞ്ഞിരിക്കെ നായയെ തൊട്ടാൽ അല്ലെങ്കിൽ യദുഹു റത്തുബ അല്ലെങ്കിൽ അവന്റെ കൈമൽ നനവുണ്ട്, ആ വിധത്തിൽ നായയെ തൊട്ടാൽ തൊട്ട ഭാഗം 7 പ്രാവശ്യം കഴുകണം എന്ന് മാത്രമല്ല, ഇഹ്ദാഹുന്ന ബിത്തുറാബ്, അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയിട്ട് കഴുകുകയും വേണം. അമ്മ ഇതാ കാന ജാഫൻ, ഉണങ്ങിയതാണെങ്കിലോ ഫലാ യൻജുസു ബിൽ മസ്സി, അപ്പോൾ അത് തൊടൽ കൊണ്ട് എന്താ നജസാകൂല എന്നാണ് നബി ഇമാം പറയുന്നത്. നായയെ വളർത്തുന്ന വിഷയത്തിൽ വന്ന ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, മനിഖ്തന കൽബൻ ലൈസ ബി കൽവി സ്വൈദിൻ വലാ മാഷിയത്തിൻ. നായയെ വളർത്തുന്നത് വേട്ടയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കൃഷിയുടെയോ മൃഗങ്ങളുടെയോ ഒക്കെ സംരക്ഷണത്തിന് വേണ്ടിയോ അങ്ങനെ കാരണങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അല്ലാതെ ഒരാൾ നായയെ വളർത്തിയാൽ ഓരോ ദിവസവും ഓരോ കീറാത്ത് നന്മകൾ കുറഞ്ഞു പോകാൻ കാരണമാകുമെന്നാ പറയുന്നത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹ് മുസ്ലിമിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഫീഹി തഹരീമു ഇഖ്തിനാഇൽ കൽബി, നായയെ വളർത്തൽ ഹറാമാണെന്ന് ഈ ഹദീസിലുണ്ട്. ലിഗൈരി ഹാജത്തിൻ, ആവശ്യമില്ലാതെ നായയെ വളർത്തുക, ഒരാവശ്യമില്ലാതെ നായനെ വളർത്തുക എന്നുള്ളത് ഹറാമാണെന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആവശ്യമില്ലാതെ നായയെ വളർത്തിയാൽ നന്മ കുറഞ്ഞു പോകും, അതുപോലെ വീട്ടിൽ ബർക്കത്ത് കുറയാനൊക്കെ അത് കാരണമാകും, അത് ശരി തന്നെയാണ്. അതേസമയം അന്യായമായി നായകളെ നശിപ്പിച്ച് കൊന്നുകളയുക എന്നത് ഇസ്ലാമിന്റെ ശൈലിയല്ല. ഇഷ്ടമുണ്ട്, ആരും ഇല്ലാത്തോണ്ടല്ലേ, വളരെ വലിയൊരു കാര്യം. ഒരു എന്താ പറയാ, മുസ്ലിങ്ങളൊക്കെ ആകുമ്പോ പട്ടിയ ഹറാമാണല്ലോ, അത് വലിയ കാര്യമാണ്. ചില പേരെന്താ, പേരും അറിയില്ല, എന്നും കൊടുക്കും. എത്ര വർഷമായി? അപ്പൊ നായകളെ, തെരുവ് നായകള്, ഒരു ഉപദ്രവം ചെയ്യാത്ത നായകളെയൊക്കെ ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കുന്നതും അതൊന്നും ഇസ്ലാമിൽ തെറ്റല്ല എന്നല്ല, പുണ്യമുള്ള കാര്യം തന്നെയാണ്. അതേസമയം അക്രമം ചെയ്യുന്ന നായകളാണെങ്കിൽ അവയെ നശിപ്പിച്ച് കളയുക എന്നതും കുഴപ്പമില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.